സ്വഭാവം ബലപ്പെടണമെങ്കിൽ നീ അവന്റെ സ്വഭാവം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതായത് ഗലാത്യ ലേഖനത്തിന്റെ 5:22-23 പെട്ടെന്ന് വായിച്ചു. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സ്വഭാവങ്ങൾ സ്നേഹമാണ്, ആനന്ദം. ആരോടെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കണം. അപ്പോൾ എന്ത് ചെയ്തു? സ്നേഹത്തിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? മനസ്സിലായോ? നമുക്ക് വെറുപ്പ് തോന്നുമ്പോഴാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് സ്നേഹിക്കാൻ. അവിടെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ഈ ഒരു സ്നേഹത്തിന് ബലം പറയണമെങ്കിൽ വെറുപ്പിന്റെ സമയത്ത് സ്നേഹത്തെ പ്രാക്ടീസ് ചെയ്യണം. അവിടെയാണ് യേശുവിന്റെ ക്യാരക്ടർ നമ്മളിൽ ബലപ്പെടുന്നത്. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കാര്യം നടക്കുന്നുള്ളൂ. രണ്ടാമത് വെച്ച് ആനന്ദം. നീ ദുഃഖത്തിലും പ്രയാസത്തിലും പരീക്ഷണത്തിലും നടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം? സന്തോഷത്തിൽ ആനന്ദിക്കുക. സന്തോഷത്തിൽ നിങ്ങൾ ഉല്ലസിക്കുക. Praise the Lord. ഈ ഒരു വാസ്തവം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഹലോ, ചെയ്യാൻ പറ്റുമോ? ഉറപ്പാണല്ലോ. അപ്പൊ വെറുപ്പും ദേഷ്യവും ഒക്കെ വരുമ്പോഴേ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കണം. ദുഃഖം വരുമ്പോൾ എന്ത് ചെയ്യണം? സന്തോഷം, ആനന്ദിക്കണം. ഹല്ലേലൂയ. നിന്റെ ദൈവമാണ്. ആ ദൈവത്തിൽ നീ ആശ്രയിക്കുക. ആ ദൈവത്തിൽ നീ ചിന്തിച്ചാൽ സമാധാനത്തിന്റെ ആത്മാവ് നിന്നിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. നിങ്ങൾ പാനിക്കാകാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നതിന് പകരം സമാധാനം നിങ്ങൾ ആസ്വദിക്കണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, എന്നാൽ സമാധാനം നിങ്ങളിൽ ഞാൻ നൽകുന്നു. പ്രൈസ് ഗോഡ്. സമാധാനം നിങ്ങളിലേക്ക് നൽകുന്നു. അപ്പോൾ കൈവിടാത്ത സമാധാനം. പ്രശ്നങ്ങൾ വരുമ്പോൾ സമാധാനത്തിൽ നിങ്ങളെ ഹൃദയത്തിലിരിക്കുക. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഹൃദയത്തിൽ നിങ്ങൾ ചലിക്കാതെ നിൽക്കുക. ഹൃദയത്തിൽ നിങ്ങൾ വ്യാകുലപ്പെടാതെ നിൽക്കുക. അപ്പോൾ സമാധാനം നിന്റെ വ്യാകുലതയെ കീഴ്പ്പെടുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ മക്കൾ, അങ്ങയുടെ ഉത്തരവാദിത്തമാണ് അവരെ സൽസ്വഭാവികളാക്കി മാറ്റുക.